നമസ്കാരം. രാജ്യസുരക്ഷയെ സംബന്ധിച്ച കാര്യങ്ങളിൽ തത്വമയി ന്യൂസ് എപ്പോഴും അതീവ ജാഗ്രത പുലർത്തുന്നു എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊട്ടാരക്കര കരിക്കത്ത് നമ്മുടെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡും മിലിറ്ററി ഇൻ്റലിജൻസും എല്ലാം സംയുക്തമായി നടത്തിയ റെയ്ഡുകളിൽ അനധികൃതമായി കുടിയേറി പാർത്ത പല ബംഗ്ലാദേശികളും പിടിയിലായതും, കാലങ്ങളായി ഇവിടെ ഒളിവിൽ പാർത്തുകൊണ്ടിരുന്ന ബംഗ്ലാദേശികളിൽ പലരും ഒളിവിൽ പോയതും എല്ലാം തത്വമയി ന്യൂസാണ് മറ്റ് ഏത് മാധ്യമങ്ങളും, സാമൂഹ്യ മാധ്യമങ്ങളിലാകട്ടെ മുഖ്യധാര മാധ്യമങ്ങളിലാവട്ടെ ഇത്തരം വാർത്തകൾ വരുന്നതിന് മുമ്പ് പ്രേക്ഷകരുടെ മുൻപിലെത്തിച്ചത്. ഇന്ന് അത്തരത്തിലൊരു പുതിയ വാർത്തയുമായി വീണ്ടും തത്വമയി ന്യൂസ് പ്രേക്ഷകരുടെ മുൻപിലെത്തുകയാണ്. കാരണം രാജ്യസുരക്ഷയെ സംബന്ധിച്ച് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുവാൻ പാടില്ല എന്നുള്ളത് തത്വമയി ന്യൂസിൻ്റെ അടിസ്ഥാന തത്വമാണ്. ആ തത്വത്തിൽ ഊന്നി അതീവ ജാഗ്രത പുലർത്തുന്നത് കൊണ്ട്, നിതാന്തമായ ജാഗ്രത പുലർത്തുന്നത് കൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾ ഞങ്ങളെ തേടിയെത്തുകയും ഞങ്ങൾ ഇത്തരം വാർത്തകളെ തേടിയെത്തുകയും ചെയ്യും. അത് യഥാസമയം പ്രേക്ഷകരുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുകയും ചെയ്യും. അത് ഒരു പൊതുപ്രവർത്തന രീതിയാണ് തത്വമയി ന്യൂസിൻ്റെ. പ്രേക്ഷകർക്കും അത്തരത്തിലുള്ള ഒരു വിശ്വാസം തത്വമയി ന്യൂസിൻ്റെ മേലുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. അധികം വലിച്ചു നീട്ടാതെ വിഷയത്തിലേക്ക് കടക്കാം. കൊല്ലത്ത് വീണ്ടും ഒരു അനധികൃത കുടിയേറ്റക്കാരനായ ബംഗ്ലാദേശി കൂടി പിടിയിലായിരിക്കുകയാണ്. ആളുടെ പേര് മുഹമ്മദ് നദ്ദു ഹസൻ ബംഗ്ലാദേശിലെ ദേലക്പൂർ സ്വദേശിയാണ്. ആളുടെ കയ്യിൽ നിന്ന് ബംഗ്ലാദേശിൻ്റെ നാഷണൽ കാർഡ് കണ്ടെത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ നാഷണൽ കാർഡ് എന്ന് പറയുന്നത് അവിടുത്തെ പൗരന്മാരുടെ, നമ്മുടെ ഇവിടുത്തെ ആധാർ കാർഡ് പോലുള്ളൊരു തിരിച്ചറിയൽ രേഖയാണ്. അത്തരത്തിലുള്ളൊരു ബംഗ്ലാദേശ് നാഷണൽ കാർഡ് ഈ മുഹമ്മദ് നദ്ദു ഹസൻ്റെ പക്കൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, കേരള പോലീസിൻ്റെ റെയ്ഡിലോ ഒന്നുമല്ല ഈ വ്യക്തി പിടിയിലായിരിക്കുന്നത്. മിലിറ്ററി ഇൻ്റലിജൻസും ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡും കൊല്ലം ജില്ല മുഴുവൻ അരിച്ചു പറക്കുകയാണ് ഇത്തരക്കാർക്ക് വേണ്ടിയിട്ട്. കാരണം കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പശ്ചിമ ബംഗാളും ആസാമും അതിർത്തി പ്രദേശങ്ങളാണ്, ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഭാരതത്തിൻ്റെ സംസ്ഥാനങ്ങളാണ്. ആ സംസ്ഥാനങ്ങളിലൂടെ മുൻ സർക്കാരുകളുടെ ഒരു സഹായം മുതലെടുത്ത് ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികൾ അസാമിൽ നടപടികൾ കർക്കശമായതോടുകൂടി പശ്ചിമ ബംഗാളിലേക്ക് കുടിയേറി മമതാ ബാനർജിയുടെ തണലിൽ പാർക്കുകയും അവിടെ നിന്ന് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ മുൻ ഭീകരവാദികളുടെ എല്ലാം സഹായത്തോടുകൂടി പലയിടങ്ങളിലും വാസമുറപ്പിക്കുകയും ആധാർ കാർഡുകൾ വ്യാജമായി നിർമ്മിച്ചെടുക്കുകയും തിരിച്ചറിയൽ രേഖകൾ വ്യാജമായി നിർമ്മിച്ചെടുക്കുകയും അതോടൊപ്പം തന്നെ ആ പ്രദേശങ്ങളിൽ എവിടെയാണോ അവർ പോയി അവരുടെ താമസം ഉറപ്പിക്കുന്നത് ആ പ്രദേശങ്ങളിൽ അവരുടേതായിട്ടുള്ളൊരു വ്യവസായമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തൊഴിലോ കണ്ടെത്തി സ്വാഭാവികമായ രീതിയിൽ ബംഗാളികൾ എന്നുള്ള നിലയിൽ, അതായത് പശ്ചിമ ബംഗാളുകാരെന്നുള്ള വ്യാജേന ജീവിച്ചു വരികയായിരുന്നു. അത്തരത്തിലുള്ള ഒരു പ്രക്രിയയുടെ ഒരവസാനം മമതാ ബാനർജിയുടെ പതനത്തോടുകൂടി, പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ പതനത്തോടുകൂടി തുടങ്ങുകയും അവിടെ സുവേന്ദു അധികാരിയുടെ സർക്കാർ കർശനമായി നടത്തിയ പരിശോധനകളിൽ ഇത്തരത്തിലുള്ള കുടിയേറ്റക്കാരെ മുൻപ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് അയച്ചതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരികയും രാജ്യസുരക്ഷാ സംബന്ധിയായിട്ടുള്ള ഒരു കാര്യം കൂടിയാണിത് എന്നുള്ള ഒരു തീരുമാനത്തോടുകൂടി, അല്ലെങ്കിൽ അത് അത്ര ഗൗരവത്തോടുകൂടി മിലിറ്ററി ഇൻ്റലിജൻസും ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡും ഈ വിഷയം കയ്യിലെടുക്കുകയും രാജ്യവ്യാപകമായി അന്വേഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കൊല്ലം ജില്ലയെ കേന്ദ്രീകരിച്ച് വ്യാപകമായ റെയ്ഡുകൾ ഈ രണ്ട് ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, മിലിറ്ററി ഇൻ്റലിജൻസും ATS-ഉം. ഒരു കാര്യം പ്രേക്ഷകരെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, ഇത്തരത്തിലുള്ള ഒരു ഭാരതത്തിനകത്തുള്ള ഏതെങ്കിലും ഒരു പ്രദേശത്ത് മിലിറ്ററി ഇൻ്റലിജൻസ് ഒരു റെയ്ഡിനെ സഹായിക്കുവാൻ വേണ്ടി പോലും എത്തുക എന്നുള്ളത് അതീവ ഗുരുതരമായൊരു സാഹചര്യമാണ് എടുത്തു കാട്ടുന്നത്. കാരണം മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ പ്രവർത്തനങ്ങൾ സാധാരണഗതിയിൽ സംസ്ഥാനത്തിൻ്റെ അതിർത്തികൾക്കുള്ളിൽ നടക്കാറില്ല, അല്ലെങ്കിൽ അത്ര ഗൗരവമായൊരു വിഷയമായിരിക്കണം. എത്രത്തോളം ഗൗരവത്തിലാണ് ഭാരത സർക്കാർ ഈ ഒരു വിഷയത്തെ സമീപിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ സൈന്യം ഈ വിഷയത്തെ സമീപിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണിത്. ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിനോടൊപ്പം മിലിറ്ററി ഇൻ്റലിജൻസും കളത്തിലിറങ്ങിയിരിക്കുന്നത്. അത്തരത്തിലുള്ള വ്യാപകമായ റെയ്ഡുകളുടെ ഫലമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പിടിയിലായിട്ടുള്ള മുഹമ്മദ് നദ്ദു ഹസൻ എന്ന ബംഗ്ലാദേശി. ഈ കുടിയേറ്റത്തെ സംബന്ധിച്ച് പലതവണ ഈ വിഷയങ്ങൾ ബ്രേക്കിംഗ് ന്യൂസായി പ്രേക്ഷകരുടെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ തന്നെ തത്വമയി ന്യൂസ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊരു നിഷ്കളങ്കമായ കുടിയേറ്റമല്ലൊരിക്കലും.
ഒന്നുകിൽ ഒരു പ്രദേശത്തെ മൊത്തം ജനസംഖ്യാനുപാതത്തെ മാറ്റിമറിക്കുവാനുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കം, അല്ല എങ്കിൽ അതിനുമപ്പുറത്തേക്ക് രാജ്യസുരക്ഷയെ ഗുരുതരമായി ബാധിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ. ഇതിലേതാണെങ്കിലും ഭാരതത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാർ. നിതാന്തമായിട്ടുള്ള ജാഗ്രത തത്വമയി ന്യൂസ് പുലർത്തുന്നത് പോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരും ജാഗ്രത പുലർത്തണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ. കാരണം നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ബംഗാളികൾ എന്ന രീതിയിൽ ജീവിച്ചു വരുന്നവർ, നമ്മുടെയൊക്കെ വീടുകളിൽ പണിക്ക് വരുന്നവർ ഒരു പക്ഷേ ബംഗ്ലാദേശികളാവാം. അവരെ തിരിച്ചറിയുവാൻ അത്ര എളുപ്പമല്ല നമുക്ക്. പക്ഷേ യഥാർത്ഥ പശ്ചിമ ബംഗാളുകാർക്കും യഥാർത്ഥ ആസാമികൾക്കും ഇവരെ ബംഗ്ലാദേശികളെ വളരെ എളുപ്പത്തിൽ തിരിച്ചറിയുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു അല്പം നമ്മുടെ ഒരു സുഖസൗകര്യങ്ങൾ, കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങുക എന്ന് പറയില്ലേ, അതിനപ്പുറത്തേക്കുള്ള ഒരു ചെറിയ രീതിയിലുള്ളൊരു അന്വേഷണം നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്നവരെക്കുറിച്ചെങ്കിലും നാം ഒന്ന് നടത്തേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ വളരെ അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. കാരണം നമ്മുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള സുരക്ഷ, നമ്മുടെ കുടുംബത്തിൻ്റെ സുരക്ഷ, അതിനുമൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു സുരക്ഷ തന്നെ ഈ ഒരു വിഷയത്തിൽ വളരെ ഗുരുതരമായൊരു സാഹചര്യമാണ് ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ കൂടി ഞാൻ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു, ഈ ബംഗ്ലാദേശികൾ പിടിയിലാവുന്നതൊന്നും കേരള പോലീസിൻ്റെ റെയ്ഡുകളിലോ ഒന്നുമല്ല, മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെയും ATSൻ്റെയും വ്യാപകമായ റെയ്ഡുകളിലാണ്. ഇത്തരത്തിലുള്ള വാർത്തകൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി മുഖ്യധാരാ മാധ്യമങ്ങളോ എന്തിന് സാമൂഹ്യ മാധ്യമങ്ങൾ പോലും മാധ്യമപ്രമുഖരോ പോലും അർഹിക്കുന്ന പ്രാധാന്യം ഈ വാർത്തകൾക്ക് നൽകുന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യകരവുമാണ്. തത്വമയി ന്യൂസ് പ്രേക്ഷകരുമായി ഈ വാർത്തകൾ പങ്കുവയ്ക്കുന്നത് ഒരു ബ്രേക്കിംഗ് ന്യൂസിൻ്റെ ഒരു എക്സ്ക്ലൂസിവിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഒരു ഞങ്ങളാണ് ഈ വാർത്ത ആദ്യമായിട്ട് ബ്രേക്ക് ചെയ്തതെന്നുള്ളൊരു കീർത്തിക്ക് വേണ്ടിയല്ല. ഇത്തരത്തിലുള്ളൊരു വാർത്ത പ്രേക്ഷകരറിയേണ്ടത്, സമൂഹം അറിയേണ്ടത്, കേരള സമൂഹം അറിയേണ്ടത് അത്യന്താപേക്ഷിതമായതുകൊണ്ട് മാത്രമാണ്. കാരണം ഇത്തരത്തിലുള്ള വാർത്തകൾ അറിയുമ്പോൾ, തുടരെ ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഒരു ജാഗ്രത പുലർത്തുവാൻ നാമൊക്കെ നിർബന്ധിതരാകും. കാരണം തത്വമയി ന്യൂസിൻ്റെ പ്രേക്ഷകർ ദേശീയതയോടൊപ്പം സഞ്ചരിക്കുന്ന പ്രേക്ഷകരായതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ജാഗ്രത പുലർത്താതെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്കാകില്ല എന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾക്ക് ഇത്രയും കാലം കൊണ്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്തകൾ നിങ്ങളുമായി ഇത്രയും പെട്ടെന്ന് ലഭിച്ച ഉടൻ തന്നെ അധിക വിവരങ്ങൾ കൃത്യമായിട്ട് കിട്ടാവുന്നത്ര വിവരങ്ങൾ ശേഖരിച്ച് വാർത്ത ലഭിച്ചയുടൻ നിങ്ങളുമായി ഇതൊരു ബ്രേക്കിംഗ് ന്യൂസായി പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ പിന്നിലുള്ള ഗുരുതരമായ സാഹചര്യങ്ങളെക്കുറിച്ചൊരു വിശകലനങ്ങളും കൂടുതൽ ബ്രേക്കിംഗ് ന്യൂസുകളുമായി തത്വമയി ന്യൂസ് വീണ്ടും പ്രേക്ഷകരുടെ മുൻപിൽ എത്തുന്നതാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം എന്താണ് എന്നുള്ളത്, രാജ്യസുരക്ഷാ സംബന്ധിയായിട്ടുള്ള ഇത്തരം ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങൾ, ഇവയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളുമായി കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ, നിതാന്ത ജാഗ്രതയും തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.